മഹാനായ ത്വാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു ഒരു തുണി നെയ്തിട്ട് എന്ത് ചെയ്തു? ആ നെയ്ത തുണിയുമായി അങ്ങാടിയിൽ ടെക്സ്റ്റൈൽസിൽ വിൽക്കാൻ വേണ്ടി ചെന്നു. അന്ന് ടെക്സ്റ്റൈൽസ് ഉണ്ടാകുന്നൊന്നും ചോദിക്കണ്ട, തുണി വിൽക്കണ സ്ഥലത്തേക്ക് ചെന്നു. അങ്ങനെ വ്യാപാരി ഏറ്റവും താഴ്ന്ന വില പറഞ്ഞപ്പോൾ മഹാനായ ത്വാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. ഉടൻ തന്നെ ത്വാഉസ്സലമി വിങ്ങിക്കരയലായി. വ്യാപാരി കണ്ടത് മഹിമയിൽ ചെന്നോതലായി. വില എന്തു വേണം ഞാൻ തരാം, കരയണ്ട, കരയുന്നതിനാണെന്ന് താൻ ധരിക്കണ്ട. തുണി നെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും വിപണനാണ് ഞാൻ. വ്യാപാരി പറയണം ത്വാഉസ്സലമി റളിയല്ലാഹു അൻഹുവിനോട്. പക്ഷേ ഇത് ഒരുപാട് കുറവ് കോട്ടങ്ങൾ ഇതിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വില താത്തി പറഞ്ഞത്. അപ്പോൾ മഹാനായ ത്വാഉസ്സലമിയോട് തുണിക്കാരൻ പറഞ്ഞു, എന്നാലേ നിങ്ങൾ കരയേണ്ട, ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കരുതുന്ന വില തരാറുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മഹാനായ ത്വാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു നെയ്ത്തുകാരനോട്, തുണിക്കര കച്ചവടക്കാരനോട് പറയണേ, ഇത് നെയ്തതിൽ അതിസൂക്ഷ്മമാണേ അറിയുക. തുണിനോട്ടമിൽ കഴിവുള്ള തന്നുടെ മുന്നിൽ തകരാറ് പലതും ബോധ്യമായി ശരിക്കെന്നിൽ. ഞാൻ നിങ്ങൾ വില കുറച്ചത് കൊണ്ടല്ല കരയുന്നത്. വ്യാപാരിയോട് മഹാനായ ത്വാഉസ്സലമി പറയുകയാണ്, ഞാൻ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട്, പക്ഷേ ആ അമലുകൾ ചെക്ക് ചെയ്യുന്ന, അത് പരിശോധിക്കുന്ന റബ്ബിൻ്റെ മുമ്പിൽ എങ്ങനെയായിരിക്കും ഞാൻ ഇത് വളരെ സൂക്ഷ്മതയോടുകൂടെ ഒരു കുറവും വരരുതേ എന്നുള്ള നിലക്കാണ് ഞാൻ ഈ തുണി നെയ്തത്. പക്ഷേ ഇതിൽ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ നോട്ടത്തിൽ ഈ തുണിക്ക് ഒരുപാട് കുറവുകൾ, ഇത് നെയ്തതിൽ ഒരുപാട് കുറവുകളുണ്ടെങ്കിൽ എൻ്റെ യജമാനനായ റബ്ബിന് ഞാൻ ഒരുപാട് ഇബാദത്ത് എടുക്കുന്ന ആളാണ്, അപ്പോൾ എത്ര തെറ്റതിലുണ്ടാകും എന്നാലോചിച്ചാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ ത്വാഉസ്സലമി. അതാണ് അഅ്മാല് പലതും ചെയ്യലുണ്ടേ ഇന്ന്, അതിനുള്ള ചക്കർ റബ്ബു തന്നാണെന്ന്. അത് നോക്കിയാൽ തകരാറതിൽ പെരുകുന്നതാ എന്നുള്ളതിൽ ചിന്തിച്ച് ഞാൻ കരയുന്നതാ. മഹാനായ ത്വാഉസ്സലമി റളിയല്ലാഹു അൻഹു കണ്ടോ, എന്തായിരിക്കും അന്ന് ഹാലെന്നുള്ളതാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് താ.